നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പിന്റെ കാറും കോളും കണ്ടപ്പോൾ അന്ന് വരെ ഇല്ലാത്ത പോലെ നാനാതുറയിലും കോടികളും ലക്ഷങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പിണറായി സർക്കാർ. ഇതിനു മാത്രം കേരളത്തിന്റെ ഖജനാവ് അക്ഷയപാത്രമാണോ എന്നുള്ള ചോദ്യം എന്നാൽ അന്നു മുതൽ ഉയർന്നു തുടങ്ങി. നയാ പൈസ ഇല്ല കയ്യിൽ എന്ന് പാടിക്കൊണ്ടിരുന്ന സഖാക്കൾക്ക് പെട്ടെന്ന് എവിടെ നിന്ന് ഇത്രയും കോടികൾ ഉണ്ടായി എന്നൊരു സംശയം ഉണ്ടായിരുന്നു മൊത്തത്തിൽ. ഇനി കുറ്റബോധം കാരണം അല്ലെങ്കിൽ പാപപരിഹാരമായിട്ട് അയ്യപ്പന്റെ സ്വർണം കട്ടതുൾപ്പെടെ കുറച്ച് പൊതുനന്മയ്ക്ക് ഉപയോഗിക്കാമെന്ന് കരുതിയോ എന്നും സംശയമുണ്ടായിരുന്നു. എന്നാൽ അതിലൊക്കെ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ മൊത്തം കടമാണ്. കിട്ടുന്ന ഇടത്തു നിന്നൊക്കെ പിണറായി നല്ല അസലായി കടം വാരി കൂട്ടിയിട്ടുണ്ട്. എന്നാൽ അതിന് ഗതികെട്ടൊടുവിൽ സാക്ഷാൽ മോദി തന്നെ കൂട്ടിട്ടതോടെ കാര്യങ്ങൾ അവതാളത്തിലാണ്. കടമെടുക്കുന്നത് കേന്ദ്രം വീണ്ടും വെട്ടിക്കുറച്ചത് കാരണം കേരളം അതിഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലെന്നാണ് ഒടുവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 10,000 കോടിയെങ്കിലും സ്വന്തമായി കണ്ടെത്തിയാലേ കഴിഞ്ഞ വർഷത്തെ നിലവാരത്തിലെങ്കിലും സാമ്പത്തിക വർഷാന്ത്യ ചെലവുകൾ ഇനി നടത്താനാവും. ട്രഷറിയിൽ കർശന നിയന്ത്രണവും ഏർപ്പെടുത്തേണ്ടി വരും. കേരളം ഇന്ന് നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒരു ആകസ്മിക ദുരന്തമല്ല. ഇത് വർഷങ്ങളായി തുടരുന്ന തെറ്റായ ഭരണ നയങ്ങളുടെ അനിവാര്യ ഫലമാണ്. കേന്ദ്രം കടമെടുക്കുന്നത് വെട്ടിക്കുറച്ചു എന്ന ഒരൊറ്റ വാചകത്തിൽ മുഴുവൻ ഉത്തരവാദിത്വവും കേന്ദ്രത്തിലേക്ക് തള്ളിവെച്ച് കൈകഴുകുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ സമീപനം കേരള ജനത ഇനി വിശ്വസിക്കില്ല. യാഥാർത്ഥ്യം ഇതാണ്. കേന്ദ്ര സർക്കാരിന്റെ നിബന്ധനകൾ മാറ്റിയതല്ല. കേരളത്തിന്റെ ധനശാസ്ത്ര ശാസനപരമായ പരാജയമാണ് സംസ്ഥാനത്തെ ഈ അതിഗുരുതര പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. ജനുവരി മുതൽ മാർച്ച് വരെ 12,516.14 കോടി രൂപ കടമെടുക്കാൻ അർഹതയുണ്ടെന്ന അപേക്ഷയാണ് കേരളം സമർപ്പിച്ചത്. ഇതനുസരിച്ചുള്ള ചെലവാണ് ആസൂത്രണം ചെയ്തത്. എന്നാൽ കിഫ്ബിക്കും ക്ഷേമ പെൻഷനും വേണ്ടി എടുത്തും വായ്പ കണക്കിൽപ്പെടുത്തി 5,944.67 കോടി കേന്ദ്രം വെട്ടിക്കുറച്ചതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കേന്ദ്രത്തിന്റെ കണക്കിൽ 3 മാസത്തേക്ക് ഇനി കേരളത്തിന് കടമെടുക്കാവുന്നത് 5,636 കോടി രൂപയാണ്. വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5% പ്രത്യേകമായി കടമെടുക്കാൻ അനുവദിക്കാറുണ്ട്. ഇത് 6,000 കോടി വരുമെങ്കിലും മാർച്ചിലെ അത് കിട്ടും. കഴിഞ്ഞ വർഷം ഈ 3 മാസങ്ങളിലായി 23,000 കോടി കിട്ടിയിരുന്നു. ഈ വർഷം 10,000 കോടിയിലധികം കുറവ്. പ്രതിസന്ധി പരിഹരിച്ചില്ല എങ്കിൽ ഫെബ്രുവരിയിൽ ശമ്പള വിതരണം പോലും മുടങ്ങാനിടയുണ്ടെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നൽകുന്നത് പോലും സർക്കാരിന് വെല്ലുവിളിയാണ്. കിഫ്ബിക്കും ക്ഷേമ പെൻഷൻ കമ്പനിക്കും എടുക്കുന്ന വായ്പകളെല്ലാം ബജറ്റിന് പുറത്തുള്ള വായ്പകൾ എന്നാണ് CAG-യുടെയും കേന്ദ്രത്തിന്റെയും നിലപാട്. ഇതിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടെങ്കിലും തുടർ നടപടികളായിട്ടില്ല. കിഫ്ബിക്കും ക്ഷേമ പെൻഷനും എടുത്ത വായ്പയിൽ പ്രതിവർഷം 4,700 കോടി രൂപ വായ്പാ പരിധിയിൽ കുറയ്ക്കുന്നുണ്ട്. അതിനു പുറമെയാണ് ഇത്തവണത്തെ കുറവ്. ബജറ്റിന് പുറത്തുള്ള വായ്പയെ സംബന്ധിച്ച് കേരളത്തിന്റെ കണക്കിൽ അവ്യക്തതയുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. അതിനാൽ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിൽ CAG ചൂണ്ടിക്കാണിച്ചതനുസരിച്ചുള്ള തുക സാമ്പത്തിക വർഷാവസാനം ഒറ്റയടിക്ക് കുറയ്ക്കുകയാണ് കേന്ദ്രം ചെയ്തത്. കേന്ദ്രം അനുവദിക്കുന്ന കടപരിധി രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിലാണ്. എന്നാൽ കടമെടുക്കുമ്പോൾ അത് ഉൽപാദനപരമായ നിക്ഷേപങ്ങളിലേക്ക് വഴിമാറുന്നുണ്ടോ അതോ ശമ്പളവും പെൻഷനും മാത്രമാണോ എന്നതാണ് നിർണായകം. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കടം കുത്തനെ വർദ്ധിച്ചുവെങ്കിലും അതിനനുസരിച്ച് വരുമാന വർധനവോ തൊഴിൽ സൃഷ്ടിയോ ഉണ്ടായില്ല. കിഫ്ബി, പ്രത്യേക ബോണ്ടുകൾ എന്നിങ്ങനെ കടം ഒളിപ്പിക്കുന്ന വഴികളിലൂടെ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ബാധ്യതകൾ മറച്ചുവെക്കാൻ ശ്രമിച്ചു. ഇന്ന് ആ മറവികളെല്ലാം പൊളിഞ്ഞു. കണക്കുകളുടെ നഗ്നസത്യം കേരളത്തെ ഇന്ന് ഭയപ്പെടുത്തുകയാണ്. 10,000 കോടിയെങ്കിലും സ്വന്തമായി കണ്ടെത്തിയാലേ ഇനി പറ്റൂ എന്ന നിലവിളി തന്നെ ഭരണപരാജയത്തിന്റെ ഉദാഹരണമാണ്. നികുതി ചോർജ അടയ്ക്കുന്നതിലും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭകരമാക്കുന്നതിലും അനാവശ്യ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിലും സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. പകരം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് നിയമങ്ങളും ആനുകൂല്യങ്ങളും നൽകിയാണ് സർക്കാർ മുന്നോട്ട് പോയത്. ഇവിടെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ഏറ്റവും എളുപ്പമുള്ള രാഷ്ട്രീയമാണ്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയുടെ സാമ്പത്തിക ശാസന ശക്തമാക്കാൻ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ രാജ്യത്തെ മൊത്തത്തിൽ മുന്നോട്ട് നയിച്ചു എന്ന് കണക്കുകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. GST പോലുള്ള സംവിധാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് സ്ഥിരമായ വരുമാന അടിസ്ഥാനം നൽകി. കോവിഡ് കാലത്തെ അതിഭീകര സാഹചര്യത്തിലും കേരളത്തിന് കേന്ദ്രം വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകി. സൗജന്യ വാക്സിൻ മുതൽ ഭക്ഷ്യധാന്യ വിതരണവും പ്രത്യേക പാക്കേജുകളും വരെ കേന്ദ്രം നിർവഹിച്ചു. എന്നിട്ടും ഇന്നും കേന്ദ്രം അവഗണിക്കുന്നു എന്ന പ്രചരണം മാത്രം ആവർത്തിക്കുന്നത് രാഷ്ട്രീയ ദാരിദ്ര്യത്തിന്റെ തെളിവാണ്. കടമെടുക്കാം, പക്ഷേ ഉത്തരവാദിത്വത്തോടെ എന്ന മോദി സർക്കാരിന്റെ സമീപനം വ്യക്തമാണ്. വികസനം വേണം, പക്ഷേ സാമ്പത്തികം തകർക്കാതെ വേണം അത് നടപ്പാക്കാൻ. കേരള സർക്കാർ ഇത് പൂർണ്ണമായി അവഗണിച്ചു. ജനപ്രിയതയ്ക്കായി പ്രഖ്യാപനങ്ങൾ, ദീർഘകാല ബാധ്യതകൾ സൃഷ്ടിക്കുന്ന ശമ്പള പെൻഷൻ വർധന,
ഫലമില്ലാത്ത പദ്ധതികൾ ഇവയാണ് ഇന്ന് കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നത്. ഇതിന് ഉത്തരവാദി പിണറായി സർക്കാർ മാത്രമാണ്. ഒരു സംസ്ഥാനത്തിന് സ്വന്തം വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് ഭരണ പരാജയം തന്നെയാണ്. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പിണറായി സർക്കാർ പരാജയപ്പെട്ടു. വ്യവസായികളും സംരംഭകരും കേരളം വിട്ടു പോകുമ്പോൾ നികുതി വരുമാനം എങ്ങനെ വർദ്ധിക്കും? രാഷ്ട്രീയ സംഘർഷങ്ങളും യൂണിയൻ അതിക്രമങ്ങളും നിക്ഷേപങ്ങളെ അകറ്റി. അതിന്റെ വില ഇന്ന് സാധാരണ ജനങ്ങളാണ് നൽകുന്നത്. മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കോഓപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ആശയം സംസ്ഥാനങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമ്പോഴാണ് വിജയിക്കുക. അവസാനം ചോദ്യം ലളിതമാണ്. കേരളത്തെ ഈ പ്രതിസന്ധിയിലേക്ക് നയിച്ചതായി? കേന്ദ്രം ഒരേ നയം എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രയോഗിക്കുമ്പോൾ കേരളം മാത്രം തകർന്നു വീഴുന്നത് എന്തുകൊണ്ട്? ഉത്തരം വ്യക്തമാണ്. പിണറായി സർക്കാരിന്റെ ഭരണ പരാജയമാണ് കേരളത്തിന്റെ സാമ്പത്തിക ദുരന്തത്തിന്റെ മൂലകാരണമെന്ന് പറയാതെ നിവർത്തിയില്ല എന്നതാണ് വാസ്തവം.